ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മേത്തി പറാട്ടയാണ്. അതായത് ഉലുവയില, മേത്തി പറാട്ട ഉലുവയില വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്, ഒരു അല്ലി വെളുത്തുള്ളി അതും ചതച്ചത് എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം അതും ചതച്ചത് ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കളറിന് വേണ്ടി, തൈര് 1 ടേബിൾ സ്പൂൺ. അത് ചപ്പാത്തി സോഫ്റ്റ് ആവാനായിട്ടാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കെട്ട് ഉലുവയിലയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ തണ്ട് മാറ്റി ഇല മാത്രം എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് എൻ്റെ വീട്ടിലുണ്ടായ ഉലുവയിലയാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ മാറ്റം വന്നെന്ന് വരും. കുറച്ചിട്ട് നമുക്ക് നന്നായി ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആട്ടയാണ്. ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറാട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം. എത്ര വലുപ്പമുള്ള ചപ്പാത്തിയാണ് ആവശ്യം അതനുസരിച്ചുള്ള ബോളുകൾ ഉരുട്ടിയെടുക്കുക. ഇനി ഇത് ചപ്പാത്തി പരത്തിയെടുക്കാം. അല്പം മൈദയിലോ ആട്ടയിലോ മുക്കി നമുക്ക് പരത്താം. ഞാൻ സാധാരണ മൈദയിൽ മുക്കിയാണ് റോൾ ചെയ്യുക. ചപ്പാത്തിയുടെ പോലെ അത്ര തിന്നാവണമെന്നില്ല. ചെറുതായിട്ട് ചെറിയ കട്ടിക്ക് പരത്തിയാലും കുഴപ്പമില്ല. ഇനി ഒരു തവ ചൂടാക്കി അതിലേക്ക് ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായി ചൂടായി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. രണ്ട് വശത്തും അല്പം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഇനി ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ രണ്ട് വശവും നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ആദ്യത്തെ പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഉലുവയിലേക്ക് ചെറിയ കയ്പുള്ളത് കൊണ്ട് സാധാരണ ആരും വെറുതെ കൊടുത്താൽ അല്ലെങ്കിൽ തോരൻ വെച്ചാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇലകൾ കഴിക്കാത്ത കുട്ടികൾ വരെ ഈ ചപ്പാത്തി കഴിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.